தாய் அறநிறை நிறிப்பிடம் அன்பின் உறவிடம் மாசற்ற மாணிக்கம் மாற்று குறையாத തങ്കം. ഏത് സിനിമയിലെ പാട്ടാന്നറിയോ? ഇല്ല. വാണത്തിനറിയാമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അഭിനയിച്ച സാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാണ്. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. ചാപ്പിടി ചെല്ലുമേ കിടന്ന് അലവാതെ ചായ എടുത്ത് കുടിച്ചു പോടാ, കാശ് തന്നേച്ച് പോടിയ പുറത്ത്. താൻ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്നത് ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ, പക്ഷെ അവരുടെ ചില കൈക്രിയകള് കണ്ടു നിൽക്കാൻ പ്രയാസ. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടി ഉണ്ട്, സഹിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളൂ. ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തേന് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധം അല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമായി പോയി. വിളിക്കാനടാ മരമോന്ത. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറിപ്പിനെ പിടിച്ചതിന് പുറകെ പോലീസുകാർ നായരെയും തിരയണമെന്നാ കേട്ടത്. അതിന് ഈ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റില്ല. സാക്ഷാൽ CD തന്നെ വരണം. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഖംമൂടി അഴിച്ച് CD ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഏമാന്മാർക്ക് എഴുതി വിട്ടാ മാത്രം മതി. ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ നടക്കണ. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിലിരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ വാരിയ ലൂരി എടുക്കും. ഇപ്പൊ ഊരിയതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി. നടക്ക. വരട്ടെ. 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 സത്യം പറഞ്ഞ പ്രഭയെ ആദ്യം കണ്ടപ്പോ എനിക്കൊരു എന്താ പറയുക, ഇറിറ്റേഷനാണ് തോന്നിയത്. മറന്നുപോയ അമ്പലവഴിയിൽ പക്കമേളക്കാരെ ഇളക്കി വിട്ട് എന്നെ കളിയാക്കിയത്. തെരുക്കൂത്തുകാരി, വായാടി എന്നൊക്കെ മനസ്സ് വിളിച്ചു. പിന്നെ തിരുമേനിയുടെ മുമ്പിലുള്ള ആ പെർഫോമൻസ് അതെനിക്കിഷ്ടായി. പക്ഷെ അവിടെ വെച്ചത് പുറത്ത് കാണിച്ചൂടല്ലോ. പിന്നീടാണ് ആ രാത്രി വന്നത്. നട്ടുവന്റെ മുന്നിൽ ആ നൃത്തം ആടി നിന്ന പ്രഭ എന്ന കലാകാരി എനിക്കെത്തിപ്പിടിക്കാവുന്നതിലും എത്രയോ ഉയരായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോ നമ്മളിങ്ങനെ ചേർന്ന് നടക്കുമ്പോ എനിക്ക് എന്റെ മനസ്സ് പറയുന്നു, ഉത്സവരാത്രിയിൽ കാഴ്ചക്കാരെ രസിപ്പിച്ച് രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകാനല്ല നമ്മൾ വന്നത്. ഈ കണ്ണുകൾ പറയുന്നുണ്ടല്ലോ എന്റെ മനസ്സ് എപ്പോഴേ വായിച്ചു കഴിഞ്ഞു. എന്താ പതിവില്ലാതെ രണ്ടാളും കൂടെ ഒരുമിച്ച്? വെറുതെ. വടക്കുംപുറവും തെക്കുംപുറവും തമ്മിൽ യോജിപ്പായിരുന്നുണ്ടോ? ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുക നല്ല സുഖാണല്ലേ, ഈ പുഴയും കാറ്റും. എന്റെ അമ്മാളും എന്റെ പുഴയായത്. ഈ പുഴ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഓരോ ഉത്സവത്തിനും വയ്യാണ്ടായ കാലത്ത് ഞാനിങ്ങനെ കിതച്ചു വലിഞ്ഞു വരുമോ? അമ്മാളോ? ആരാത്? എന്റെ ഭാര്യ. ഭാര്യ മാത്രമായിരുന്നില്ല, അമ്മാളും എന്റെ എല്ലാം ആയിരുന്നു. 10-20 വർഷം മുമ്പാ. എന്നിട്ട് മറക്കാൻ പറ്റണില്ലേ? എല്ലാം പോയി.
പണ്ട് ഞാനും അമ്മാളും കൂടി ഇതിലെ ഇങ്ങനെ നടക്കുമായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കാ കഴിയ? ഒരു ദിവസം നോക്കുമ്പോ എന്റെ അമ്മാളുവിന്റെ ശരീരം പുഴയിൽ അങ്ങനെ പൊന്തിക്കിടക്കണു. ദുർമരണ. ശുദ്ധി കലശം ഇന്ന് തന്നെ തീരില്ലേ? ആ, ഇക്കുറി കലശം എന്താൻ ആർക്കാ നോമ്പ്? നമ്മുടെ നമ്പീശനാ വ്രതമൊക്കെ തുടങ്ങി. ഓ, ആ കൂത്തുകാരും പാട്ടുകാരും ഒക്കെ റിഹേഴ്സലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, ആളിങ്ങി എത്തിയല്ലോ. എങ്ങോട്ടാ? പച്ചപ്പൊട്ട്. പച്ചപ്പൊട്ടോ? അശ്വതിക്ക് പച്ചപ്പൊട്ട് വേണമെന്ന് വാങ്ങും. ഇപ്പോട്ടെ. അയ്യോ, എടോ, വാവ് അടുക്കാറായിന്ന് തോന്നുന്നുണ്ട്. എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണേ? എന്താ? പച്ചപ്പൊട്ട് വേണം പച്ചപ്പൊട്ട് വേണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എന്തോ പ്രശ്നമുണ്ടെന്ന്. പൊടിയെടുത്തൂടി പഠിക്കാനാണെന്ന് പറഞ്ഞാൽ പ്രേമിക്കായി വീട്ടിൽ ചോദിക്കാനും പൊട്ട് തന്നിട്ടേ പോവുള്ളൂ കേട്ടോ. ഇപ്പൊ വരാം. അശ്വതി തെളിമേ അകത്തേക്ക് വന്നോട്ടെ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇരുന്നോട്ടെ. ഒരു പൊട്ട് തൊട്ടുതരാട്ടോ. ശങ്കര, മാധവൻകുട്ടി, ഒരെണ്ണത്തിനും വിളിച്ചാ കാണില്ല അത്യാവശ്യ സമയത്തിന്. ഇദ്ദേഹം ഒന്ന് സമാധാനമായിട്ട് ഇരുന്നട്ടെ. 4 ഭാഗത്തേക്ക് ഞാൻ ആളിനെ വിട്ടിട്ടുണ്ട്. അസത്തെ, നിന്റെ മേലൊക്കെ തെരുവില് തറവാട്ടി കയറി കളിച്ചാലുണ്ടല്ലോ നിന്റെ കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം.
അശ്വതി ബാലേന്ദ്രന്റെ മുറപ്പെണ്ണ. അവർ തമ്മിൽ സ്നേഹവുമാണ്. ഇത് രണ്ടും മാധവൻകുട്ടിക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്ന് വെച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെങ്ങനെയാ നടക്കുക? മാധവൻകുട്ടി സ്നേഹിച്ചു പോയതിന്റെ ദുരന്ത കഥയൊന്ന് തറവാട്ടിൽ തന്നെ ചങ്ങലയിൽ കിടക്കല്ലേ ശ്രീദേവി ഇളയമ്മ? എന്റെ കാര്യം വിടുക. വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ബന്ധത്തിനായി ഇത്രയും കാലത്തെ കുടിപ്പകയൊക്കെ അങ്ങോട്ട് തീരുമെന്ന്? കുടിപ്പക പോറ്റി ആർക്കാദ്യം പ്രസാദം കൊടുക്കണം, പോസ്റ്റ്മാൻ ഏത് തറവാട്ടിൽ ആദ്യം കത്തിടണം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ എത്രയോ വേറെ കിടക്കുന്നു. അതിനെക്കുറിച്ച് ആർക്കും അന്വേഷിക്കണ്ട. ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു അസ്ഥികൂടം കിട്ടി. ആരുടെ? മാധവൻകുട്ടി അന്വേഷിച്ചോ? ബാലേന്ദ്രനോ? അതിപ്പോ അത്രയ്ക്കൊന്നും കാര്യമായിട്ടെടുക്കണ്ടെന്നാ അമ്മാമ പറയണത്. പുല്ലെറുക്കാൻ വന്നവന്റെയും മൊന്ത മോട്ടിക്കാൻ വന്നവന്റെയും തലയ്ക്ക് വെച്ച് ഒരുതരം പഞ്ചതന്ത്ര കഥയുണ്ടാക്കി ചിലരൊക്കെ പറഞ്ഞു കേട്ടു. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത്രയെങ്കിലും തോന്നി തുടങ്ങിയത് നന്ന്. ജയദേവട്ടൻ പറയണത് കേട്ടിട്ട് എന്തൊക്കെയോ അറിയാവുന്ന പോലാണല്ലോ. കുറെയൊക്കെ അറിയാം, ചിലതൊക്കെ ഊഹാണ്. തെളിയും. അങ്ങൊന്നും കൊണ്ടും വിഷമിക്കണ്ട. കഥ പറയാൻ വന്ന ചെക്കൻ പറഞ്ഞിട്ട് വന്ന വഴിക്കങ്ങ് പോകും. അധികം വിളയാന്ന് വെച്ചാ ആളില്ലേ നമുക്ക്? കഥാപ്രസംഗക്കാരനല്ല, ആ നൃത്തക്കാരിയും സംഘവുമാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. എത്ര പേരുണ്ട് അവരുടെ സംഘത്തിൽ? 6. ആ പെണ്ണിനെയും കുട്ടി 6 പേരാ. പക്ഷെ 5 പേരിലേ പുറത്ത് കണ്ടിട്ടുള്ളൂ. 6ാമത്തെ ആൾ ആ പെണ്ണിന്റെ തള്ളയാ. എത്ര പ്രായം വരും? ഒരിക്കൽ അകലെ കൂട്ടി ഒന്ന് കണ്ടതാ. ഒരു 10-55 വയസ്സ് പ്രായം കണ്ടേക്കും. പുറത്തൊന്നും അവരങ്ങനെ വരാറില്ല അല്ലേ? ശ്രദ്ധിച്ചോളുക, ചില സാന്നിധ്യങ്ങൾ അർത്ഥവത്താണെന്ന് വരാം, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അല്ലേ? നന്നായി. ഇനിയിപ്പോ ശങ്കയൊന്നുമില്ലാതെ ഉത്സവത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. മീനമൊന്നിന് കലശമെഴുന്നള്ളിപ്പ്, 3-ാം നാൾ കൊടിയേറ്റം. ചടങ്ങുകളൊക്കെ ആചാരമുറപ്രകാരം തന്നെ വേണം. എന്തൊരു വിചിത്രമായ ആചാരങ്ങളൊക്കെ എവിടെ? എന്തായി കലശെഴുന്നള്ളിപ്പ്? ദേവിയെ ആവാഹിച്ച കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് മേലേടത്ത് ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങ്. നവധാന്യങ്ങൾ നിറച്ച കലശം വ്രതം നോറ്റയാൾ മേലേടത്ത് തറവാട്ടിലെ തെക്കതിൽ നിന്ന് ഏറ്റുവാങ്ങും. പിന്നത് തലയിലേന്തി ദേശം ചുറ്റി എഴുന്നള്ളി. ഓരോ തറവാട്ടിലെയും ഏറ്റവും മൂത്ത ഇളമുറക്കാരി കലശത്തെ വരവേൽക്കണമെന്ന്. കലശം ദേവി സന്നിധിയിലെത്തി 3-ാം ദിവസം ഉത്സവം. കലാപരിപാടി നടത്താൻ പറഞ്ഞവരെന്തിനാ എഴുന്നള്ളത്തിന്റെ പുറകെ നടക്കണേ? അതും ഒരു ചടങ്ങാണ്. ദേവിയുടെ മുന്നിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ വരുന്നവര് കലശത്തോടൊപ്പം നാട് പ്രദക്ഷിണം വയ്ക്കും. ഓരോരോ വിശ്വാസങ്ങൾ. ഓഹോ, അപ്പൊ നമുക്ക് വഴിനീള കഥാകഥനം നടത്താലോ അല്ലേ? അയ്യേ, അതെങ്ങനെയാ സാധിക്കുക? കലശത്തോടൊപ്പം നടക്കുക, അത്ര. എവിടെയൊക്കെ തിരക്കി. രാത്രിയിൽ മഠത്തിലോട്ടൊന്നും ചെല്ലണമെന്ന് പറഞ്ഞു തിരുമേനി. ശരിയപ്പോ യോ, എന്നാ ഞാൻ പോട്ടെ. എനിക്ക് ഇയാളെ അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല. ഇയാളെ അല്ല, ഈ തടിയന്റെ തലവനാ തിരുമേനിയില്ലേ, ഒരു ജാതി ഇളിയും നോട്ടവും ആ താടിയും ശരിയല്ല. തിരുമേനി വിളിക്കണു, തിരുമേനി തീരുമാനിക്കണു, തിരുമേനി കൽപ്പിക്കണു, തിരുമേനി അങ്ങനെ പറയണോ, തിരുമേനി ഇങ്ങനെ പറയണു. ഇത്രയ്ക്ക് എങ്ങനെ പൊക്കി പറയാൻ ആരാ ഇയാള്? 10-60 വർഷം മുമ്പ് തെക്കുനിന്നൊരു നമ്പൂതിരി ഈ മേലേടത്ത് ഗ്രാമത്തിലേക്ക് പുഴ കടന്നു വന്നു. ജ്ഞാനിയായിരുന്നു, തന്ത്രിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി 3 കാലങ്ങളുടെയും കളം അദ്ദേഹം കൃത്യമായി വരച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിന്റെ കളം വരച്ചപ്പോൾ മാത്രം തെറ്റിപ്പോയി. ആളെ മനസ്സിലായി കാണും. മേലേടത്ത് ഭഗവതിയുടെ പഴയ ശാന്തിക്കാരൻ നമ്പൂതിരി, എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയല്ലല്ലോ. എന്താണാവോ? ശാന്തിക്കാരൻ തിരുമേനിയുടെ മകനല്ല നിങ്ങളെന്ന്. അങ്ങനെ ഒരു പ്രചരണം ഞാനും കേട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് മുമ്പേ എന്റെ അച്ഛനും കേട്ടിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഞാൻ വയറ്റി കിടക്കുമ്പോൾ തന്നെ എന്റെ അമ്മയിട്ടേച്ച് അദ്ദേഹം എങ്ങോ പോയത്. പാവം പോറ്റിയമ്മ പ്രസവിച്ച അച്ഛനില്ലാത്ത കുട്ടിക്ക് ലോകം നൽകിയത് എന്താണെന്നറിയോ? പട്ടിണി, അവജ്ഞ, പുച്ഛം. 10-12 വയസ്സിൽ അക്കരയ്ക്ക് വഞ്ചി കയറുമ്പോൾ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു മനസ്സിൽ. 28-ാം വയസ്സിൽ
തിരിച്ചു വന്നിറങ്ങുമ്പോൾ അത് നിറവേറ്റാനുള്ള കരുത്തുമുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് പറയുന്നത് എന്തിനാച്ചാ, കലാകാരനാണ്, അറിവുള്ളയാളാണ്. എന്നെപ്പോലുള്ള ഒരാളുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാവും. ഓ, നൃത്തക്കാരിയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ ആളുകൾ എന്നെ തല്ലാൻ വന്ന രാത്രി തന്നെ വ്യക്തമായി നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ ശരിക്കും നേർക്കുനേർ വന്നിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ച എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് എനിക്കും അറിയായിരുന്നു. മനസ്സിലായി. ഓരോ ഉത്സവകാലത്തും പുതുതായി എന്തൊക്കെയോ അറിയാൻ നീ പുഴ കടന്നു വരുന്നത് ഈ മഠത്തിലിരുന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്കറിയേണ്ടത് എൻ്റെ അച്ഛന്റെ മരണത്തിന്റെ കാരണവും അതിന്റെ കാരണക്കാരെയുമാണ്. എത്രയോ വ്യക്തം. ഉത്സവരാത്രിയില് തറവാട്ടുകാര് ചേരി തിരിഞ്ഞ് പോരടിച്ചപ്പോ പക്ഷം പിടിക്കാൻ പോയ നിന്റെ അച്ഛൻ വെട്ടും കുത്തുമേറ്റ് വീഴുന്നത് ഞാൻ മാത്രമല്ല, എത്രയോ പേര് കണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരം കൊണ്ട് കാര്യം തീരൂ. തറവാട്ടിലെ ഈ ചേരിപ്പോരിന്റെ പുരാണം മേലേടത്ത് ഗ്രാമത്തിന്റെ നാടോടി കഥയാക്കിയത് നിങ്ങളുടെ വിജയം. എനിക്കറിയേണ്ടത് അതിന്റെയും പിന്നിലെ കഥയാണ്. കഥ പറയാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നന്നായി അത് പറഞ്ഞ് കൈനിറയെ കാശും വാങ്ങി സന്തോഷമായിട്ട് മടങ്ങിപ്പോവാ. അല്ലാതെ നിഴലിന്റെയും നീന്തൽക്കുളത്തിന്റെയും ഒക്കെ ചരിത്രം അറിഞ്ഞേ പോകുമെന്ന് വെച്ചാ 10-20 കൊല്ലം മുമ്പുള്ള ഒരു രാത്രി വീണ്ടും ആവർത്തിച്ചെന്ന് വരും. വേണ്ട. ആരുമില്ല ഇവിടെ. എല്ലാരും ഉറങ്ങി. തിരുമേനി വന്നിരിക്കണു. ഉറങ്ങിയവരെ ഉണർത്തണ്ട. അമ്മയാണല്ലേ? കലാകാരി കുട്ടിക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയോ അറിയണമെന്ന് കേട്ടു. രക്ഷകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവൾക്കറിയേണ്ടത് നിങ്ങളിലൂടെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി വന്നതാ. പകല് എന്നെ പോലൊരാള് ഇവിടെ വന്ന് കയറിയാലേ അതങ്ങോട്ട് ശരിയാവില്ലോ. അവള് കുട്ടിയാണ്. അറിവുകേടുണ്ടെന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ക്ഷമിക്കുക. ആ കഥാപ്രസംഗക്കാരൻ ചെക്കനുമായിട്ടുള്ള കൂട്ട് അത്ര നല്ലതല്ല. അതവളോട് അവൾ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ എവിടെയോ കണ്ടപ്പോൾ അമ്മയ്ക്കൊരല്പം വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ആശാരി, പഴയ കത്തിയുടെ മൂർച്ച ഓർമ്മയുണ്ടല്ലോ. പുതിയ കത്തിക്ക് അതിനേക്കാൾ മൂർച്ച വേണം.
അമ്മായി കലശമിങ് എത്താറേ ശാലിനി എടുത്ത് ഇവിടെ ഈ പെണ്ണ് ശാലിനി ശാലിനി കലശം ഇങ്ങെത്തി. അശ്രീകരം പിടിച്ചവളെ അമ്പലനടയിൽ കൂത്തിനെ കൊണ്ടിറക്കി അന്ന് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാ മേലെടുത്ത ഭഗവതിയുടെ പരിപാലനയിൽ തൊട്ടുള്ള കളിയാണെന്ന്. ഇപ്പൊ എന്തുണ്ടായി? നശൂരം പിടിച്ചോണ്ട് വിരൽ തൊട്ടപ്പോ തന്നെ കളി സാധിച്ചിട്ടായില്ലേ? പിന്നെ പിന്നെ തിരുമേനി എന്തെങ്കിലും ഒന്ന് പറയാ. പുരുഷാരം ക്ഷുഭിതമാകുമ്പോൾ സന്യാസി കൂടുതൽ നിശബ്ദനാവുകയല്ലേ ഭംഗി. എന്തിനും ഒരു പരിഹാര കർമ്മം ഉണ്ടാവില്ലേ തിരുമേനി? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം. കൂത്തുകാരെയും കൂട്ടരെയും പിടിച്ച് തലമുണ്ടനം ചെയ്ത് ചുണ്ണാമ്പ് വെച്ച് ചെണ്ട ഒട്ടിച്ച് പുഴ എടുക്കുക. അങ്ങനെ തന്നെ വേണം. കലശവശത്തമാക്കി നാട് പിടിക്കാമെന്നുള്ള വിടരുത്. എന്നാലും ഒന്ന് കാണണം. നടക്കാതെ പറഞ്ഞ് ഒച്ച വയ്ക്കണ്ട. തെക്കുംപുറത്തേര് അമ്പലപ്പറമ്പിൽ കയറിയാലേ കാലി ഞങ്ങൾ തല്ലി പിടിക്കും. കയ്യറത്തത്തിന്റെ പേരും പറഞ്ഞ് തെക്കമ്പുറത്തുകാരെ മുഴുവൻ അങ്ങ് തട്ടിക്കളയാമെന്നാണ് വടക്കമ്പുറത്തുകാരുടെ വിചാരമെങ്കിലേ ആ വിചാരം അങ്ങ് മറ്റിന്റെ വെളി വെച്ചിരുന്നാ മതി. തല്ലാനും കൊല്ലാനും ഒക്കെ ഞാൻ കഴിയടാ. ഗീതയിൽ പറയുന്നുണ്ട്, ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം നിമിത്തം കാര്യാകാര്യ വിവേകമില്ലായ്മ എന്ന സമ്മോഹം സംഭവിക്കുന്നു. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മേ ഭഗവതി, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. അമ്മേ, പാതിരക്കെല്ലാം കെട്ടിപ്പറക്കി ഓടാനും മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? കലശം വീണന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്റെ ഇന്നൊരു പിഴയും പറ്റിയിട്ടില്ല, ഉറപ്പാ. മോളെ, വാദിച്ച് നിൽക്കേണ്ട സമയമല്ലത്. ആളുകൾ ഭ്രാന്തളികൾ നിൽക്കുക. അവരെ കൈ കിട്ടിയ കുഞ്ഞിനെ നമ്മൾ ആരും ബാക്കിയുണ്ടാവില്ല. ഭ്രാന്ത് ആളുകൾക്കല്ലേ, ദേവി നമ്മളെ രക്ഷിക്കും. ഞാൻ എന്താ ചെയ്യ എന്റെ ഭഗവതി? പേടിയുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്കരത്തിനും കാണിക്കുന്നവരെ പിടിച്ച് 4 പിടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. DKP സാറിന്റെ പരിപാടി എന്താ? എന്തായാലും 11 ദിവസം അവിടെ നിന്നതല്ലേ. ജയദേവൻ സാറിന്റെ ചോറ് നിന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്ന് ഭവിക്കുമെന്ന്. വെടിയെങ്കിൽ വെടി, വടിയെങ്കിൽ വടി, എന്തിന് ഏതിന് മനോജ് കുമാർ റെഡി. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ?